ഇന്ന് കേരളത്തിൽ മാത്രം 5000-ലധികം പുതിയ ഓൺലൈൻ ബിസിനസ്സുകളാണ് ഓരോ മാസവും തുടങ്ങുന്നത്. പക്ഷേ അതിൽ 95% ആദ്യ 6 മാസത്തിനുള്ളിൽ പൂട്ടിപ്പോകുന്നു. എന്തുകൊണ്ട്? ഫോബ്സ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഭൂരിഭാഗം പേരും പരാജയപ്പെടുന്നത് വാനിറ്റി മെട്രിക്സ് അഥവാ ലൈക്കുകൾക്കും ഫോളോവേഴ്സിനും പിന്നാലെ പോകുന്നതുകൊണ്ടാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ ക്രിയേറ്റർ എക്കോണമിയുടെ ഒരു ഇരുണ്ട വശം മനസ്സിലാക്കും. സസ്റ്റൈനബിളായി ഓർഡർ വർദ്ധിപ്പിക്കാനുള്ള വിദ്യകൾ കണ്ടെത്തും. ഒപ്പം ഒരു ലോയൽ കമ്മ്യൂണിറ്റി എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന അറിവും കൂടി നേടും. ഒപ്പം ഒരു രഹസ്യം കൂടി പറയാം. വെറും 100 ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് എങ്ങനെ ലക്ഷങ്ങളുടെ ബിസിനസ് ചെയ്യാമെന്ന് കൂടി. നിങ്ങൾ 1 ലക്ഷം രൂപയുടെ സെയിൽസ് ഉണ്ടെന്ന് പറയുന്ന ഒരാളെ കണ്ടാൽ ഉടനെ അവരെ പോലെ ആകാൻ ശ്രമിക്കരുത്. റവന്യൂ എന്നാൽ ലാഭമല്ല. പലരും ഇൻസ്റ്റഗ്രാമിൽ കാണിക്കുന്നത് ഗ്രോസ് സെയിൽസ് ആണ്. അതിൽ നിന്ന് പരസ്യ ചെലവ്, പാക്കേജിംഗ്, റിട്ടേൺ ചാർജുകൾ എന്നിവ കുറച്ചാൽ പലപ്പോഴും ഉടമയുടെ കയ്യിൽ കിട്ടുന്നത് വെറും തുച്ഛമായ തുകയാണ്. കൊച്ചിയിലുള്ള ഒരു ഹോം ബേക്കറുടെ കഥ പറയാം. അവർ ആഴ്ചയിൽ 50 കേക്കുകൾ വിറ്റിരുന്നു. സോഷ്യൽ മീഡിയയിൽ അവർ വലിയ സ്റ്റാറുമാണ്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ഓർഡറിനും അവർ 100 രൂപ ലാഭം കിട്ടാൻ 150 രൂപയുടെ പരസ്യം നൽകുകയായിരുന്നു. ചുരുക്കത്തിൽ ബിസിനസ് വളരും തോറും അവർ കൂടുതൽ കടത്തിലായി. വെറും നമ്പറുകൾ കണ്ട് ആവേശം കയറി പണം കളയരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. സസ്റ്റൈനബിൾ ബിസിനസ് എന്നാൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ റിട്ടൻഷൻ ഉണ്ടാക്കുന്നതാണ്. ഒരു കസ്റ്റമറെ പുതിയതായി കിട്ടുന്നതിനേക്കാൾ 5 മടങ്ങ് ചിലവ് കുറവാണ് പഴയ കസ്റ്റമറെ വീണ്ടും വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ പറയൂ, നിങ്ങളുടെ ആ പഴയ കസ്റ്റമറെ, ഏതെങ്കിലും ഒരാളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇനിയുള്ളത് എങ്ങനെയാണ് ബിസിനസ്സിൽ മാസീവ് ഓർഡറുകൾ നേടുന്നത് എന്ന ചോദ്യമാണ്. വലിയ ഇൻഫ്ലുവൻസേഴ്സിന് പണം കൊടുക്കാതെ തന്നെ ഇത് നടക്കുമോ എന്നതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അല്ലേ? ഉത്തരം മൈക്രോ കമ്മ്യൂണിറ്റി അതോറിറ്റിയാണ്. നിങ്ങൾ എല്ലാവരിലേക്കും എത്തേണ്ടതില്ല. നിങ്ങളുടെ പ്രോഡക്റ്റ് കൃത്യമായി ആവശ്യമുള്ള 1000 പേരിലേക്ക് എത്തിയാൽ മതി. കേരളത്തിലെ ഒരു ചെറിയ ആയുർവേദിക് സ്കിൻ കെയർ ബ്രാൻഡ് ചെയ്തത് നോക്കാം. അവർ ലക്ഷങ്ങൾ ചെലവാക്കി പരസ്യം ചെയ്തില്ല. പകരം അവരുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച 20 പേരുടെ യഥാർത്ഥ റിവ്യൂ വീഡിയോകൾ മാത്രം ഷെയർ ചെയ്തു. ആ 20 പേരിൽ നിന്ന് 200 പേരിലേക്കും അവിടെ നിന്ന് 2000 പേരിലേക്കും ഓർഗാനിക്കായി ആ ബിസിനസ് പടർന്നു. നിങ്ങളുടെ ബിസിനസ്സിൽ ട്രസ്റ്റ് അഥവാ വിശ്വാസമാണ് ആ കറൻസി. പരസ്യത്തേക്കാൾ കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത് മറ്റൊരു മനുഷ്യൻ്റെ അനുഭവത്തെയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു സാധാരണ ഇന്ത്യൻ യൂസർ സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം ശരാശരി 2.5 മണിക്കൂർ ചെലവഴിക്കുന്നുണ്ട്. അതിൽ 70% പേരും പർച്ചേസ് തീരുമാനമെടുക്കുന്നത് ഒരു റീൽ കണ്ടിട്ടാണ്. പക്ഷേ ആ റീല് വിൽക്കാൻ ശ്രമിക്കുന്നതാകരുത്, സഹായിക്കാൻ ശ്രമിക്കുന്നതാകണം. ഇതുവരെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങൾ ഇതിനകം തന്നെ 90% സാധാരണക്കാർക്കും അറിയാത്ത ചില ബിസിനസ് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. മിക്കവരും വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാകും. പക്ഷേ ഇനിയുള്ള ഭാഗം ആ 10% വരുന്ന സീരിയസ് സംരംഭകർക്കുള്ളതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ 100 ഫോളോവേഴ്സ് ഉള്ള ബിസിനസ്സുകാരൻ്റെ രഹസ്യം ഇതാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയെ ഒരു ഷോപ്പായിട്ടല്ല, ഒരു ലീഡ് മാഗ്നറ്റായിട്ടാണ് ഉപയോഗിച്ചത്. ഓരോ ഫോളോവറെയും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് മാറ്റി അവിടെ പേഴ്സണലായി ഒരു ബന്ധം സ്ഥാപിച്ചു. സോഷ്യൽ മീഡിയ നിങ്ങളെ ബ്ലോക്ക് ചെയ്താലും നിങ്ങളുടെ വാട്സപ്പ് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ നീഷ് കണ്ടെത്തുക. എല്ലാവർക്കും എല്ലാം വിൽക്കാൻ ശ്രമിക്കരുത്. 2. കോണ്ടന്റ് 80-20 റൂൾ. 80% അറിവ് നൽകുക, 20% മാത്രം വിൽക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ളത് ലോജിസ്റ്റിക്സ് ഉറപ്പാക്കുക. ഓർഡർ കിട്ടുന്നതിനേക്കാൾ പ്രധാനം അത് കൃത്യസമയത്ത് ഡെലിവറി ചെയ്യുന്നതാണ്. ഒരു മോശം ഡെലിവറി 100 പരസ്യത്തേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ ബിസിനസ് തകർക്കും. പിന്നെയുള്ളത് ഫീഡ്ബാക്ക് ലൂപ്പ്. നെഗറ്റീവ് കമൻറ്റുകളെ ഡിലീറ്റ് ചെയ്യാതെ അതിന് പരിഹാരം കാണുന്നത് കാണിക്കുക. അത് വിശ്വാസം വർദ്ധിപ്പിക്കും. ഓർക്കുക, ആമസോണും ഫ്ലിപ്കാർട്ടും ഒന്നും ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. സോഷ്യൽ മീഡിയയിലെ ആഡംബരങ്ങൾ കണ്ട് തളരരുത്. നിങ്ങളുടെ വേഗതയിലുള്ള വളർച്ചയാണ് ഏറ്റവും വലിയ വിജയം. ക്രിയേറ്റർ എക്കോണമിയിലെ വിജയം എന്നത് വൈറലാകുന്നതല്ല, മറിച്ച് ഓരോ ദിവസവും വിശ്വസ്തരായ ഒരു കൂട്ടം കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി എന്ത് തരം ബിസിനസ് ചെയ്തു തുടങ്ങണം എന്ന് ഐഡിയ ഇല്ലാത്തവരാണോ നിങ്ങൾ? മറ്റുള്ളവർ ചെയ്ത് വിജയിച്ച എന്തും എടുത്ത് കോപ്പി ചെയ്താൽ നമ്മളും വിജയിക്കണമെന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള കൂടുതൽ അറിവുള്ള മേഖലയിൽ തന്നെ തുടങ്ങുന്നതാണ് എപ്പോഴും സേഫ്. ഇനി അങ്ങനൊരു മേഖല ഇല്ലെങ്കിൽ കുറച്ച് സേഫായ ഓപ്ഷൻസ് കൂടി ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ ഐഡിയ സസ്റ്റൈനബിൾ ലിവിംഗ് ആണ്. സസ്റ്റൈനബിൾ ലിവിംഗ് എന്ന് വെറും ഒരു ഫാഷൻ അല്ല, അത് മലയാളികളുടെ ആവശ്യമാണ്. പക്ഷെ ആർക്കും അത് കിട്ടാനില്ല. തൃശ്ശൂരുള്ള ഒരു വീട്ടമ്മ കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയാൽ അവർ ചെയ്തത് വളരെ ചെറിയൊരു കാര്യമാണ്. ബാംബു ബ്രഷ്, തുണിസഞ്ചി, സീഡ് പേപ്പർ, പേനകൾ എന്നിവ ചേർത്ത് ഒരു ഗ്രീൻ ഗിഫ്റ്റിംഗ് കിറ്റ് ഉണ്ടാക്കി. കോർപ്പറേറ്റ് ഗിഫ്റ്റായി പലരും ഇത് ഏറ്റെടുത്തു. അവർക്കിന്ന് മാസത്തിൽ 3 ലക്ഷം രൂപയുടെ ഓർഡറുകൾ കിട്ടുന്നു എന്നാണ് പറയുന്നത്. ആളുകൾക്കിപ്പോൾ പ്രോഡക്റ്റ് മാത്രമല്ല വേണ്ടത്, ആ പ്രോഡക്റ്റിൻ്റെ പിന്നിലുള്ള ഒരു വാല്യൂ കൂടിയാണ്.
നിങ്ങളൊരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ പരിസ്ഥിതിയെ കൂടി സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞു നോക്കൂ, മലയാളികൾ അതിന് ഇരട്ടി വില കൊടുത്ത് വാങ്ങും. ഇനി രണ്ടാമത്തേത് റീജിയണൽ പ്രൈഡാണ്. നമ്മുടെ തനതായ ശൈലികൾ, ഭാഷാപ്രയോഗങ്ങൾ എന്നിവ ചേർത്ത ടീഷർട്ടുകൾ, മഗ്ഗുകൾ, സ്ക്രീൻ പ്രിന്റുകൾ തുടങ്ങിയവ. ഫുള്ളി മലയാളി പോലുള്ള ബ്രാൻഡുകൾ ചെയ്തത് അതാണ്. അവർ വലിയ ടെക്നോളജി ഒന്നും കൊണ്ടുവന്നില്ല. സാധാരണ മലയാളി പറയുന്ന കോമഡികളും ഡയലോഗുകളും ഡിസൈൻ ചെയ്തു. ഇന്ന് പ്രവാസികൾക്കിടയിൽ ഇതിന് വൻ ഡിമാൻഡാണ്. ഒരു തവണ ഡിസൈൻ ചെയ്താൽ മതി, പ്രിന്റിംഗ് ഓർഡർ അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് വന്നാലോ. തിരക്കു പിടിച്ച മലയാളി ജീവിതത്തിൽ എന്തിനാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വരുന്നത്? ഭക്ഷണം. ഹെൽത്തിയും ട്രഡീഷണലുമായ റെഡി ടു കുക്ക് പ്രോഡക്റ്റുകൾ, കെമിക്കൽ ഇല്ലാത്ത പുട്ടുപൊടി മുതൽ ഇൻസ്റ്റന്റ് സാമ്പാർ മിക്സ് വരെ. കോട്ടയത്തെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്തത് നോക്കൂ. അവർ വിദേശത്തുള്ള മലയാളികൾക്ക് വേണ്ടി മാത്രം വീട്ടിലുണ്ടാക്കുന്ന തരം കറിക്കൂട്ടുകൾ ഉണക്കി പാക്ക് ചെയ്ത് അയച്ചു കൊടുത്തു. ഹോം ഫുഡിൻ്റെ ആ ടേസ്റ്റ് കിട്ടാൻ ആളുകൾ ഡോളറുകൾ ചെലവാക്കാൻ ഇന്ന് തയ്യാറാണ്. ഇനി നാലാമത്തെ ഐഡിയ ടെക്നോളജിയും ഇമോഷനും ചേരുന്ന ഒരിടത്താണ്. AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന വോയിസ് മെസ്സേജുകൾ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് സ്റ്റോറി ബുക്കുകൾ, അങ്ങനെ കുറേ. ആളുകൾ അവരുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ വ്യത്യസ്തമായ എന്തെങ്കിലും തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കുട്ടിയുടെ ഫോട്ടോ വെച്ച് ആ കുട്ടി നായകനാകുന്ന ഒരു സ്റ്റോറി ബുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓൺലൈൻ ബിസിനസ്സിന് ഇന്ന് വലിയ രീതിയിൽ വളർച്ചയുണ്ട്. ഇതിന് മെറ്റീരിയൽ ചെലവ് വളരെ കുറവാണ്. ക്രിയേറ്റിവിറ്റിക്കാണ് വില. ഇനി അവസാനത്തെയും ഏറ്റവും ലളിതവുമായ ആ അഞ്ചാമത്തെ ഐഡിയ ഇതാണ്: ഡിജിറ്റൽ അസറ്റ് ഫ്ലിപ്പിംഗ്. നല്ല ഡിമാൻഡുള്ള ഇൻസ്റ്റഗ്രാം പേജുകളോ ഡൊമൈനുകളോ വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകൾക്ക് വേണ്ടി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നൽകുക. ഇന്ന് കോണ്ടന്റിനാണ് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത്. അപ്പോൾ ഏകദേശം എന്ത് ബിസിനസ് എങ്ങനെ തുടങ്ങണമെന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാകും അല്ലേ? അടുത്തത് എങ്ങനെ ഈ ബിസിനസ് രജിസ്റ്റർ ചെയ്യണം എന്ന വീഡിയോ ആയിട്ടാവും ഞാൻ വരുന്നുണ്ടാവുക. മിസ്സാവാതിരിക്കാനും ഇത്തരം കൂടുതൽ കാര്യങ്ങൾ അറിയാനും ദ പ്രോഫിറ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ ആഴ്ചയും ഇതുപോലൊരു അഗാധമായ വിശകലനം നിങ്ങൾക്ക് ലഭിക്കും. ഒരു ബിസിനസ് തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ അനാലിസിസ് കേൾക്കുന്നത് വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും.